എല്ലാ അതിരുകളും ലംഘിച്ച് ആരാധകരുടെ ഉൾപ്പെടെ വിമർശനം ഏറ്റുവാങ്ങുകയാണ് ഹാർദിക് പാണ്ഡ്യ. അഹങ്കാരത്തോടെ വളരെ അഗ്രസീവായി സഹതാരങ്ങളോട് പെരുമാറുന്ന പാണ്ഡ്യയെയാണ് ഇത്തവണത്തെ IPLൽ കാണാൻ സാധിച്ചത്. ബുംറയോട് പോലും തട്ടിക്കയറുന്ന മോശം പെരുമാറ്റമുള്ള മുംബൈ ക്യാപ്റ്റനെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത്. തിലകിനോടും വളരെ മോശമായാണ് കഴിഞ്ഞ ദിവസം പാണ്ഡ്യ പ്രതികരിച്ചത്. ഗുജറാത്ത് ടൈറ്റൻസിനെ തകർത്തെറിഞ്ഞ മുംബൈ ഇന്ത്യൻസിനെ IPLലേക്ക് ശക്തമായ തിരിച്ചുവരവ് നടത്താൻ സഹായിച്ചത് തിലക് വർമ്മയുടെ ഇടിവെട്ട് സെഞ്ചുറിയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ഈ സെഞ്ചുറിയെ നമുക്ക് രണ്ട് ഘട്ടങ്ങളായി തിരിക്കാം. ഇതിൽ ആദ്യ ഘട്ടത്തിൽ ബാറ്റിംഗിലെ ടൈമിംഗ് നഷ്ടപ്പെട്ട് പാടെ പതറിയ തിലകിനെയാണ് കണ്ടത്. എന്നാൽ രണ്ടാം ഘട്ടത്തിലാവട്ടെ തിലക് 2.0 ആയി മാറുകയും ചെയ്തു. GTയുടെ ബൌളർമാരെ പഞ്ഞിക്കിട്ട് അദ്ദേഹം കത്തിക്കയറുകയും ചെയ്തു. തിലകിന്റെ ഈ പൊടുന്നനെയുള്ള മാറ്റത്തിനു പിന്നിൽ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയുടെ ശകാരമാണെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ഇത് തെളിയിക്കുന്ന വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. മുംബൈ ഇന്ത്യൻസിന്റെ ഇന്നിംഗ്സിനിടെ 14-ാം ഓവറിന് ശേഷമുള്ള സ്ട്രാറ്റജിക് ടൈം ഔട്ടാണ് മത്സരഗതി മാറ്റിമറിച്ചതെന്ന് പറയാം. കാരണം ആ ടൈം ഔട്ടിന് മുമ്പ് വരെ മുംബൈ ബാക്ക് ഫൂട്ടിലായിരുന്നു. 4 വിക്കറ്റിന് 103 റൺസ് മാത്രമേ സ്കോർ ബോർഡിലുണ്ടായിരുന്നുള്ളൂ. തിലക് വർമ്മ 22 ബോളിൽ നേടിയത് വെറും 19 റൺസാണ്. ഹാർദിക് പാണ്ഡ്യ ആവട്ടെ 5 ബോളുകളിൽ 3 റൺസും എടുത്തു. ടൈം ഔട്ട് വരെ കണ്ട തിലകിനെയല്ല ശേഷിച്ച 6 ഓവറിൽ കാണാനായത്. ശേഷിച്ച 23 ബോളിൽ അദ്ദേഹം വാരിക്കൂട്ടിയത് 82 റൺസാണ്. അവസാന ബോളിൽ 4-ലൂടെ കന്നി സെഞ്ചുറി കണ്ടെത്തിയ തിലക് ടീമിന്റെ ടോട്ടൽ ആവട്ടെ 199ലേക്കും ഉയർത്തി. അതുവരെ തപ്പിത്തടഞ്ഞ തിലക് ടൈം ഔട്ടിന് ശേഷം രണ്ടും കൽപ്പിച്ച് ആക്രമണം അഴിച്ചുവിട്ടതിനു പിന്നിൽ ഹാർദിക്കിന്റെ ശകാരമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ടൈം ഔട്ടിന്റെ സമയത്ത് തിലകിനോട് അദ്ദേഹം സംസാരിക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. വളരെയധികം ക്ഷുഭിതനായിട്ടാണ് ഹാർദിക് ഇതിൽ കാണപ്പെടുന്നത്. ദേഷ്യത്തോടെ അദ്ദേഹം പലതും പറയുന്നതും ഇടം കൈകൊണ്ട് ബാറ്റിംഗിനെ കുറിച്ച് ആംഗ്യം കാണിക്കുന്നതുമെല്ലാം ദൃശ്യങ്ങളിൽ കാണാം. പക്ഷേ ഹാർദിക്കിന്റെ ശകാരത്തോട് തിലക് ഒരു തരത്തിലും പ്രതികരിക്കുന്നില്ല. ഹെൽമറ്റ് ഊരി നിന്ന അദ്ദേഹം എല്ലാം കേട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുകയായിരുന്നു. തിലകിനോടുള്ള ഹാർദിക്കിന്റെ ഈ ശകാരമെല്ലാം ഇവർക്കരികെ വെള്ളവും മറ്റുമായി എത്തിയ 2 റിസർവ് താരങ്ങളും കേൾക്കുന്നുണ്ടായിരുന്നു. ഹാർദിക്കിന്റെ ഈ ശകാരം തന്നെയാണ് ബ്രേക്കിന് ശേഷം തിലകിനെ അഗ്രസീവ് ഇന്നിംഗ്സ് കളിക്കാൻ പ്രേരിപ്പിച്ചതെന്ന് ഉറപ്പിക്കാം. കാരണം അതുവരെ ബാറ്റിൽ ബോൾ കൊള്ളാതെ നിന്ന തിലകിനെയല്ല പിന്നീട് ക്രീസിൽ കണ്ടത്. കാര്യമായി റൺസ് വഴങ്ങാതെ അച്ചടക്കത്തോടെ പന്തെറിഞ്ഞ GT ബൌളർമാരെ പിന്നീട് അദ്ദേഹം നിലത്തു നിർത്തിയില്ല. ഇതോടെ ഈ സീസണിലെ IPLൽ ഇനിയൊരു തിരിച്ചുവരവ് അസാധ്യമെന്ന് വിധിച്ചവർക്ക് ചുട്ട മറുപടിയുമായി മുംബൈ ഇന്ത്യൻസ് തിരികെ വന്നു. തുടർച്ചയായ 4 തോൽവികൾക്ക് ശേഷമാണ് മുംബൈ ശരിക്കുള്ള മുംബൈയായി മാറിയത്. എങ്കിലും MIൽ വലിയ അഴിച്ചുപണികൾ ഉടൻ ആവശ്യമാണ്. പല്ലുകൊഴിഞ്ഞു തുടങ്ങിയ പഴയ പടക്കുതിരകൾക്ക് പകരം ഒരു യുവ അഗ്രസീവ് നിരയെ അവർ വാർത്തെടുക്കേണ്ട സമയമായി കഴിഞ്ഞു. അടുത്ത വർഷത്തെ IPLനു ശേഷമായിരിക്കും ഇതിനുള്ള അവസരമൊരുങ്ങുക. 2027ലെ മെഗാലേലത്തിനു മുൻപ് ചില വമ്പൻ താരങ്ങളെ അടക്കം പലരെയും മുംബൈക്ക് കൈവിടേണ്ടിയും വരും. അക്കൂട്ടത്തിൽ 5 തവണ മുംബൈക്ക് IPL ട്രോഫികൾ നേടിത്തന്ന ക്യാപ്റ്റനും ഇതിഹാസ ബാറ്ററുമായ രോഹിത് ശർമ്മയും ഇന്ത്യയുടെ T20 ലോകകപ്പ് വിന്നിംഗ് നായകൻ സൂര്യകുമാർ യാദവുമുണ്ട്. രണ്ടുപേരും കരിയറിന്റെ അവസാനത്തോടടുക്കുകയാണ്. ഇരുവരുടെയും ബാറ്റിംഗിന് ഇപ്പോൾ പഴയ മൂർച്ചയില്ല. ഹിറ്റ്മാൻ ആവട്ടെ ഫിറ്റ്നസും അലട്ടുകയാണ്. അതിനാൽ മെഗാലേലത്തിനു മുൻപ് റിലീസ് ചെയ്യുന്നവരുടെ ലിസ്റ്റിൽ ഇവരുണ്ടാകും. മുംബൈ നിർത്തേണ്ടവരുടെ ലിസ്റ്റിലെ ആദ്യത്തെയാൾ യുവ ഓൾറൗണ്ടർ തിലക് വർമ്മയാവണം. കാരണം അദ്ദേഹത്തെ കേന്ദ്രീകരിച്ചായിരിക്കണം അടുത്ത ടീമിനെ MI വാർത്തെടുക്കേണ്ടത്. ടീമിന്റെ നായക സ്ഥാനത്തേക്കും തിലക് വരണം. അടുത്ത 10 വർഷത്തിലേറെ MIയെ നയിക്കാൻ സാധിക്കുന്നയാളാണ് 23-കാരനായ തിലക്. അദ്ദേഹം കഴിഞ്ഞാൽ MI നിലനിർത്തേണ്ട അടുത്തയാൾ ആധുനിക ക്രിക്കറ്റിലെ ബെസ്റ്റ് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയാണ്. വലിയ പരിക്കുകളൊന്നും വില്ലനായി മാറിയില്ലെങ്കിൽ ഇനിയും 3-4 വർഷങ്ങൾ കൂടി അദ്ദേഹത്തിന് തീർച്ചയായും മത്സര രംഗത്ത് തുടരാൻ കഴിയും. അതിനാൽ മുംബൈയുടെ ഭാവി പ്ലാനുകളിലും ബുംറ അവിഭാജ്യ ഘടകം തന്നെയാണ്.